Guys, good morning and welcome to a new vlog. ബാങ്കോക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം യൂണിക് തിങ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പം 7-8 വർഷമായിട്ട് വരുന്നുണ്ട് അങ്ങനെ യൂണിക് തിങ്സ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ തന്നെ പോകണം. രാവിലെ കുറേ സംഭവങ്ങളുണ്ട് ചെയ്യാൻ, എസ്പെഷ്യലി സ്ട്രീറ്റ് ഫുഡ്. പക്ഷേ ഈ 42 ഡിഗ്രി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളോട് അത് സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നൈറ്റ് മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ജപ്പാനല്ല തൈവാനും ഇതുപോലെ തന്നെ നമ്മുടെ തായ്ലൻഡിലാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ 2-3 ജോട്ട് ഫേസ് നൈറ്റ് മാർക്കറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും വിട്ടു നിൽക്കുന്ന വളരെ യുണീക്കായിട്ട് വിൻറ്റേജ് ആർട്സി അങ്ങനത്തെ ഒരു നൈറ്റ് മാർക്കറ്റ് എനിക്ക് തോന്നില്ല, ഞാൻ ആരും ചെയ്ത് കണ്ടിട്ടില്ല. സോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് വൈബായിരിക്കും. ആൻഡ് അതിലൊരു ഭയങ്കര നല്ലൊരു സെൻറ്റർ പീസ് ഉണ്ട്, അതും കൂടെ കാണിക്കാം. അപ്പോൾ ഒരു അടിപൊളി നൈറ്റ് വ്ലോഗ് ആയിരിക്കും ഇന്നത്തെ. ബാങ്കോക്കിൽ ട്രാഫിക് ഇസ് ഓൾവേസ് ബാഡ്. പക്ഷേ ഇത്തവണ എനിക്കത് ടൂറിസ്റ്റും നമ്മുടെ നാട്ടിൽ നിന്നുള്ള സംഭവിക്കേഷൻ എല്ലാം കൂടെ ആയതുകൊണ്ടായിരിക്കും ഇറ്റ്സ് സോ ബാഡ്. 1 കിലോമീറ്ററിന് ഏകദേശം നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെക്കേണ്ടി വരും. അത്രയും എസ്പെഷ്യലി ഇൻ ദ സിറ്റി സെൻറ്റർ ഭയങ്കര ബ്ലോക്കാണ്. സോ മെട്രോ ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് മെട്രോ എടുക്കുക, ബൈക്ക് ടാക്സി ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് ബൈക്ക് ടാക്സി ഉപയോഗിക്കുക, നടന്നു പോകാൻ പറ്റുന്നിടത്ത് നടന്നു പോവുക. നമ്മൾ ഇത്രയും ദൂരം ടാക്സിയിലും പൈസയും കൊടുത്തു വന്നിട്ട് ആ മാർക്കറ്റ് അടച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിക്കരുത്. എന്നാ നേരെ നടന്നോ? ഞാൻ കുത്തിപ്പൊളിക്കും. എവിടെ വന്നേന്ന് വല്ല ഐഡിയ ഉണ്ടോ? രണ്ടുപേരും. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവാത്ത ഈ ടാക്സി ഡ്രൈവേഴ്സ് ഒറ്റ ആൾക്കാരും സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടേ നിർത്തത്തില്ല. അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ലൊക്കേഷന്റെ മിസ്റ്റേക്ക് അല്ല, അവരുടെ കുറ്റമല്ല. അത് എനിക്കും അറിയില്ല നമ്മൾ കറക്റ്റ് ആയിട്ട് എവിടെയാ പോകുന്നതെന്ന്. നമ്മളിപ്പോ പോകുന്നുണ്ടല്ലോ ചാങ് ചുയി നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് മാർക്കറ്റ് ആണ്. ഇതിനെയും കാട്ടിയൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് നൈറ്റ് മാർക്കറ്റ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്ത് വേറെ എവിടെയും കാണാത്ത ഒരു സംഭവം ഈ നൈറ്റ് മാർക്കറ്റിലുണ്ട്. എന്താണ് അത് നോക്കണം. ഇതിന്റെ ആക്ച്വലി പേര് ചാങ് ചുയി ക്രിയേറ്റീവ് പാർക്ക് എന്നാണ്. എന്താ പ്രിൻസാ ഇത് കണ്ട. അപ്പൊ കുറെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണും കേട്ടോ ഇവിടെ. ഗുണം എന്താ അറിയോ, ഒട്ടും ക്രൗഡഡ് ആയിരിക്കില്ല. എല്ലാരും ജോർജ് ഫേസിലും നമ്മുടെ പ്രാറ്റുനത്തിലൊക്കെ പോകുമ്പോ നമുക്ക് ആരും വരാത്ത സ്ഥലത്ത് വരാം. അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇങ്ങോട്ട് വരാലോ. ഇവിടെ കത്തി ഇല്ലാത്ത രീതിയിലുള്ള ഫുഡ് മസാജ് ഇവിടെ ഉണ്ട്. മിക്കവാറും പ്രിയ എടുക്കും കേട്ടാ. ഫുഡ് മസാജ് ഉണ്ട്, അത് കത്തിയോ അല്ല. എന്ത് കളക്ഷൻസ് മെയിൻ ആയിട്ട് വിന്റേജ് കളക്ഷൻസും സാധാരണ നൈറ്റ് മാർക്കറ്റ്സിൽ കാണുന്ന പോലെ ഈ തായ് ഡ്രസ്സ്, എലിഫന്റ് പാൻസ് അതല്ലാതെ കുറെ വിന്റേജ് ആയിട്ടുള്ള സാധനങ്ങളുള്ള. പക്ഷേ ഇതൊക്കെ നമുക്ക് കാണാം. അതിന് മുമ്പ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. മേളി നോക്ക്, എന്താണ് മനസ്സിലായ? പ്രോപ്പർ പ്ലെയിൻ ആണ് ഇവിടുത്തെ സെന്റർ പീസ്. കണ്ടിട്ടുണ്ടോ? അത് തന്നെയാണ്, ഇവിടെ ഒരു പ്ലെയിൻ ആണ് ഇവിടുത്തെ സെന്റർ പീസ്. ആ പ്ലെയിന്റെ അകത്ത് ഒരു അടിപൊളി കഫേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ല. പഴയ പ്ലെയിൻ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് പ്ലെയിന്റെ അകത്തേക്ക് കയറി പോരായിട്ട്, അല്ലെങ്കിൽ സ്റ്റെപ്സും ഉണ്ട്. സൂപ്പർ ആയിട്ടില്ലേ? ശരിക്കുള്ള പ്ലെയിൻ. ഒന്ന് കേറി ഒന്ന് മറ്റേ ഓൺ ചെയ്ത ആലുവ വരെ എത്തും. മറ്റേ സലീം കുമാർ പറയുന്ന പോലെ പ്ലെയിൻ ആലുവ വരെ എത്തും. നോക്ക്, അടിപൊളി മാർക്കറ്റ് അല്ലേ? ഹാപ്പി സ്റ്റോറിന്റെ ഫ്രണ്ടിൽ വെക്കാം. ഇറങ്ങി വരാൻ സ്ലൈഡ്. അത് നമുക്കൊരു കാര്യം ചെയ്താലോ, ആരും പ്ലെയിന്റെ അകത്ത് കയറി എന്താ സംഭവം നോക്കിട്ട് വന്നാലോ. അടച്ചു പോയാലോ അല്ലെങ്കിൽ കഫേ. ഇത് സംഭവല്ലേ, എന്തൊരു കോൺസെപ്റ്റ്. ഒരു പ്ലെയിൻ പഴഞ്ചൻ പ്ലെയിൻ കൊണ്ട് ഒരു മാർക്കറ്റ് വരെ ഹിറ്റാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ ഇതില് മിറാക്കിൾ ഗാർഡനില് ആംബിയൻസ് അല്ലേ, ലൈറ്റ്സും ഒരു മെറ്റൽ ഫിനിഷും. ഏറ്റവും ബെസ്റ്റ് പാർട്ട് അവർ ലിഫ്റ്റ് വരെ വെച്ചിട്ടുണ്ട്. നോക്കാം കഫേ എങ്ങനെ ഉണ്ടെന്ന്. സ്ലൈഡ് ചെയ്യാം. ശരിക്കും പ്ലെയിനാ. എങ്ങനെയുണ്ട് കഫേ? നൈസ് നോ, റിയൽ പ്ലെയിനാ. അതെ, ഇവിടെ നമുക്ക് ഇത് മെനു ഉണ്ടല്ലോ. ഒരാൾക്ക് 2700 ബാത്ത്. ആലക്കാട്ടെ ഇല്ല, ദാറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. ലൈക്ക് ഒരാൾക്ക് ഓൾമോസ്റ്റ് 6000 രൂപ. വേറെ ഓർഡർ ചെയ്യാൻ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒന്നുമില്ല. യു ഹാവ് ടു ടേക്ക് ദ ഫിക്സഡ് മെനു. അതുകൊണ്ടാണ് കാലിയൊക്കെ കിടക്കുന്നത്. പക്ഷേ ഇതാണ് പ്ലെയിനിന്റെ ഇന്റീരിയേഴ്സ്. അടിപൊളി ഇന്റീരിയേഴ്സ് ഒക്കെയാണ്. ആൻഡ് ഈ സൈഡിൽ ഡ്രിങ്ക്സും അതൊക്കെ കിട്ടും. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ടു എക്സ്പെൻസീവ്. അതാണ് കണ്ട കാലിയെ കിടക്കുന്നത്. ബാങ്കോക്കിൽ ഒരു മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന റേറ്റ് ആണ് ഇങ്ങനത്തെ സാധാരണ റെസ്റ്റോറൻറ്റിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും പ്ലെയിൻ്റെ അകം കഫേ ആണ്, നമുക്ക് മാർക്കറ്റൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. പ്ലെയിൻ്റെ അകത്തിരുന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് വൈബുള്ള സ്ഥലമുണ്ട് ഇവിടെ കഴിക്കാൻ. നമുക്ക് പയ്യെ നോക്കി നോക്കി പോകാം. നല്ല നല്ല ഡ്രസ്സുകൾ, കുറേ നല്ല ക്യൂട്ട് സാധനങ്ങളുണ്ട്.
ഞാൻ മിക്സ്യു പൊട്ടയെന്ന് പറഞ്ഞ് വിയറ്റ്നാമിൽ വന്നിട്ട് ഇവിടെ വന്ന് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അതും വരുമ്പോൾ ഇനി മിക്സ്യൂന്ന് വാനില സോഫ്റ്റി കഴിച്ചു നോക്കുക. ഐ തിങ്ക് സോ ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സോഫ്റ്റീസ് വി കൻ എവർ ഈറ്റ്. 15 ഭാഗത്തേ ഉള്ളൂ. ഞാൻ ഒരു ലെമണേഡ് പറഞ്ഞു, പ്രിൻസിന് ഒരു ബ്രൗൺ ഷുഗർ മിൽക്ക് ടീ പറഞ്ഞു, പ്രിയയ്ക്ക് ഒരു മാംഗോയുടെ മിൽക്ക് ടീ പറഞ്ഞിട്ടുണ്ട്. മാംഗോ ഐസ്ക്രീം വിത്ത് മിൽക്ക് ടീ ആൻഡ് ബോബ. വരുന്നതിന് മുമ്പ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ കിട്ടില്ല, നോക്കട്ടെ. മാംഗോ ബോബ. ഓ, നല്ല പഴുത്ത മാങ്ങയും നല്ല സോഫ്റ്റ് ബബിൾസും പാലും കുറച്ച് ഐസ്ക്രീമും സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ മാംഗോ പീസസും ഉണ്ട്, കാണാമോ? ഇത് സീസണലായിരിക്കും. ഈ മാസമൊക്കെ ഇവിടെ ഉള്ളവർ മിക്സിയിൽ പോയി മാംഗോ ബബിൾ ടീ ട്രൈ ചെയ്യാം. ലെമണേഡിനൊക്കെ സൈസ് നോക്കിക്ക്, 20 ഭാഗത്ത്. ഒരു ദിവസത്തേക്കുള്ള ലെമണേഡ് ഉണ്ട് ഇതിൽ. ബബിൾ ടീ ഒന്ന് കുടിച്ചു നോക്ക്. എന്ത് ഫ്ലേവർ, ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. മാംഗോ സ്റ്റിക്കി റൈസാ. മാംഗോ എങ്ങനെയുണ്ട്? അതും ബബിളും സംഭവല്ലേ? ഡിന്നർ കഴിക്കുന്നത് കഴിഞ്ഞാ ഭയങ്കര ഹെവിയാ. ഒരാളിവിടെ സ്ട്രഗ്ലിംഗ് ആണ്. എന്താണെന്നറിയോ, ഈ എയർപ്ലെയിൻ റെസ്റ്റോറൻറ്റ് അല്ലാതെ ബാക്കിയുള്ള എല്ലാം അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത്. ഇതൊക്കെ ഷർട്ട്സ് ഡാഡി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2-3 എടുത്താൽ, കാരണം ഇതൊക്കെ 100 ബാത്തിനാണ് സ്റ്റാർട്ടിങ് ഈ ഷർട്ട്സ് ഒക്കെ. ഇവിടെ എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയോ പ്രിയ, ഭയങ്കരമായിട്ട് ഈ ഒരു ബുട്ടീക്ക് കളക്ഷൻസ് ആണ് തോന്നുന്നു. അല്ലാതെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമില്ല. ഈ ഷോപ്പിൽ ഭയങ്കര തിരക്ക്. കാരണം എന്താ അറിയോ, 3 നിക്കർ എടുത്തു കഴിഞ്ഞാൽ 100 ബാത്ത് കൊടുത്താൽ മതി. പ്രിയ നിക്കർ ഇടാത്തോണ്ട് അത് എടുത്തിട്ടും കാര്യമില്ല, ഞാൻ ഇടേണ്ടി വരും. ഇത് പെണ്ണുങ്ങളുടെ നിക്കറെ എടുത്തോണ്ട് നടക്കുവോ? ആ, നിക്കറൊക്കെ ഇട്ട് നടക്കും പ്രിയ. ആരൊക്കെ പറയില്ല കുട്ടി നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്നതല്ലേ, മറ്റേ ഇങ്ങേരൊക്കെ ഇട്ടുകൊണ്ട് നടക്കാറില്ല, കൊച്ചിൻ ഹനീഫയൊക്കെ പണ്ട്. അതുപോലെയാവും. വാങ്ങ്, 3 വാങ്ങോ. ഒരെണ്ണമായിട്ട് വാങ്ങരുത്, 3 വാങ്ങിയാൽ 100 ബാത്ത് ഞാൻ തരാം, ഞാൻ സ്പോൺസർ ചെയ്യാം. ഇവിടെ വരുമ്പോ എന്തിന്റെ ഫീലാണ് കിട്ടുന്നതെന്ന് അറിയോ? ഒരു ഗോവൻ വൈബാ. എന്താന്നറിയില്ല, ആ ഒരു ഗോവൻ വൈബ് എനിക്ക് കിട്ടുന്നത്. ചൂടിനല്ല, അത്രയും ഒരു ചിൽഡ് ഔട്ട് വൈബ്. ഭയങ്കരമായിട്ട് ക്രൗഡഡ് ഒന്നും അല്ലാത്ത ഗോവയിൽ ഈ സെക്ലൂഡഡ് ആയിട്ടുള്ള ബീച്ചിലൊക്കെ പോകുമ്പോ ആ അത് തന്നെ. ആ നല്ല ഡ്രസ് കേട്ടാ. അതേ പറഞ്ഞു ഭയങ്കര യൂണീക്ക് ആണ്. ഇവിടെ മാല നോക്ക്, ഞാൻ ഇട്ടിട്ട് മമ്മിയുടെ മുമ്പിൽ ഡാഡിയുടെ മുമ്പിൽ അപ്പൊ കിട്ടും. പട്ടി അടിച്ച് കീറിയെന്ന് തന്നെ പറയുന്നത്. ഇത് വേറെ ഒന്നുമേ ഇല്ലേ, ഇത്രയും കീറിയ ഡ്രസ് ഇടണോ നീ? ഇത് നോക്ക്, മാല ഒരു ഷോപ്പിന്റെ ഉടമസ്ഥയാണ് അവള്. ഡ്രസ് നോക്ക്. ആവാം ലൈവ് മ്യൂസിക് വായിക്കുന്നു, ആരും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ കണ്ടാ, ആ നിരാശ ഗാനയാ, കേട്ടാ മനസ്സിലാവും. ബട്ടർ ബിയർ വിത്ത് ക്രീം ചീസ്. ബിയറിൽ ചീസ് പ്രിയ. നിങ്ങൾ വിചാരിച്ച ഒരു ബിയറിന്റെ റിവ്യൂ ചെയ്യാം, ഞാൻ വീഡിയോ എടുക്കും. മറ്റേ യൂറോപ്പിലൊക്കെ ക്രിസ്മസ് മാർക്കറ്റ് കാണില്ല, ഏകദേശം ആ ഒരു ലെവലിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ഒരു ഹട്ട്സ് ഒക്കെ വെച്ച്. ലാസ്റ്റ് എന്തോ വലിയ വിന്റേജ് ഷോപ്പാന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ അത് നോക്ക്, സ്കള്ള് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വിന്റേജ് സ്റ്റോർ ആണ്. ആ ഒരു അകത്തെ സെറ്റിങ്സും ചെയ്തു വെച്ചിരിക്കുന്ന രീതിയും എല്ലാം ഭയങ്കര വൈബ്. നല്ല സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ, അധികം ക്രൗഡഡ് അല്ലാത്ത മെയിൻ സ്ട്രീം അല്ലാത്തൊരു മാർക്കറ്റ് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി കം ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് യൂസ്ഡ് സാധനങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ, ത്രിഫ്റ്റ് പോലെയാന്ന് തോന്നുന്നു. പക്ഷെ ചിലതൊക്കെ പുതിയതായിരിക്കും. ചെറിയ മാർക്കറ്റാണ്, എന്നാൽ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സംഭവം ഉണ്ട് അല്ലേ. ഇതൊക്കെ 20 ബാത്ത് കേട്ടോ, അപ്പൊ യൂസ്ഡാ ഉറപ്പാ. ആ ഈ കാണുന്ന ജ്വല്ലറീസ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടില് നമ്മുടെ ഷോപ്പിലും ഉണ്ടെന്ന്. ഈ കാണുന്ന കുറെ സിമിലർ ടൈപ്പ്. ആ അതൊക്കെ പ്രിൻസ് കണ്ടറിയാം. പ്രിൻസ് അല്ല എല്ലാ സ്റ്റോക്കും എടുക്കുന്നത്, കണ്ടാ. അപ്പൊ ബാങ്കോക്ക് വരണം എന്നില്ല അല്ലേ, ഒരു ഹാപ്പി സ്റ്റോറി വന്നാൽ ഇതിൽ കുറച്ചൊക്കെ കിട്ടും. കൊള്ളാലോ, നല്ല ഫങ്കി ആയിട്ടുണ്ട്. കണ്ണാടി കാണിച്ചില്ലേ? ഇതിന്റെ കൂടെ ഒരു വൈറ്റ് ടീഷർട്ടും റെഡ് കണ്ണാടിയും വെച്ച് കഴിഞ്ഞാ ഇതിന്റെ കൂടെ വൈറ്റും പോവും, ബ്ലൂവും പോവും, ബ്ലാക്കും പോവും. എന്തോ ടോപ്പോ പ്ലെയിൻ ടീഷർട്ട് നന്നായിട്ടുണ്ട്, സ്റ്റൈലിഷ്. ഞാൻ ശരിക്കും ചോദിക്കാം, വാങ്ങട്ടെ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞ നല്ല ഇതാ പറഞ്ഞ. ഇങ്ങനത്തെ യൂണിക് പീസസ് ഒന്നും അങ്ങനെ കിട്ടില്ലല്ലോ.
അതിനെ കാട്ടി നല്ല ഇതാ പ്രിയടയിലുള്ളതാ. ഏത് അല്ല പ്രിൻസ് ബാക്കിൽ നോക്കുന്നത് കാട്ടി നല്ലതാ. എടുക്കാല്ലേ? വൈബ് പോരാന്ന് ഇവിടത്തെ. ചെറുതല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്തല്ലോ, ഞാനിത് വാങ്ങാൻ വേണ്ടി വന്ന പോലെ ഇപ്പൊ 2 സാധനം പ്രിയക്ക് വേണ്ടി കിട്ടി. പ്രിൻസിന് നമുക്ക് മറ്റേ നൈറ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയല്ലോ, ജോർജ് ഫേസ്. പോണോ പോണോ? ആ മാർക്കറ്റിൽ നിന്ന് ഈ മാർക്കറ്റിൽ വന്നപ്പോ വൈബ് പറയണ്ട. ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. നിങ്ങൾ ആ മാർക്കറ്റിൽ പോണ്ട, ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ. എയറോപ്ലെയിൻ ഒന്നും കാണണ്ട. അതെ, വൈബേ മാറി. പ്രിൻസിന് ആൾക്കാരെ കാണാത്തോണ്ട് ഒരു വിഷമമായിരുന്നു. ആരും ഇല്ലെന്ന്. പ്രിൻസ് അങ്ങനത്തെ സ്ഥലമൊന്നും പറ്റില്ല. കാമും സൈലന്റും വേണ്ട. ഇനി ഭക്ഷണവും ഷോപ്പിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഭക്ഷണത്തിന് ലാസ്റ്റ് വരാം. പണി എന്താ അറിയോ, നമ്മുടെ കൂടെ വരുന്നവരൊക്കെ ഈ നൈറ്റ് മാർക്കറ്റ് കാണിക്കുക. ആദ്യം മന്ദു, ജെഫ്രിന്, മേരിയാൻ വന്നു. അത് കഴിഞ്ഞ് ശില്പ, സുധീർ ചേട്ടന്, ചിന്ത ചേച്ചി എല്ലാരും വന്നു. ഇപ്പൊ അടുത്തത് പ്രിൻസ് ആണ്. എല്ലാരും തീറ്റിച്ച് ഒരു വയ്യാതാരം ആക്കുക. അതിനിടയ്ക്ക് ഒരു കാര്യം കാണിക്കോട്ട്. ഇത് കണ്ടാ പ്രിയക്ക് പഠിക്കുന്ന മാങ്ങ, കൂളിംഗ് ഗ്ലാസ്, വിയേർഡ് കൂളിംഗ് ഗ്ലാസിന്റെ ഫാസിനേഷൻ. അതാ പറഞ്ഞത്, ഏറ്റവും വിയേർഡ് കൂളിംഗ് ഗ്ലാസ് നോക്കി എടുക്കുന്ന ആളാണ് ഈ പ്രിയ മോഹൻ. എന്താ കുഴപ്പം? ഒന്നുമില്ല, ആരെങ്കിലും ഒരാളത് വെക്കണ്ടേ? വെക്കണം, അല്ലല്ലേ അവരുണ്ടാക്കുന്നേ. സാധനം കഴിക്കണം. ക്രാബിനെ തൊണ്ടോടെ ഫ്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് തൊണ്ടോടെ കഴിക്കാൻ നല്ല ക്രിസ്പി ഫ്ലേവറും ആണ്. എനിക്ക് വേണമെങ്കിൽ ഒരെണ്ണം ട്രൈ ചെയ്യാൻ തോന്നുന്നു. ക്രാബ് ഉണ്ടല്ലോ, ആക്ച്വലി ഞാൻ 2 കഴിച്ചു. തണുത്തുപോയി. ഫ്ലേവറൊക്കെ അടിപൊളിയാണ്. തണുത്തുപോയി. വിചാരിച്ചത്രയും പോലെ. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിക്കാതിരിക്കുക. ഇവിടെ വന്നിട്ട് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് മാത്രം കഴിക്കുക. അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല, കാരണം കുറേ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഫുഡ്, ഡ്രിങ്ക്സ്, ഡ്രസ്സസ്, സൂവനിയേഴ്സ്, അങ്ങനത്തെ എല്ലാ ഫാൻസി ഐറ്റം വേണമെങ്കിൽ നിങ്ങൾ ജോർജ് ഫേസ്, നൈറ്റ് മാർക്കറ്റ്, രാമ 2 2 ജോർജ് ഫേസ് ഉണ്ട്. ഈ രാമ 2ലേക്ക് വരാം. ഇതിന്റെയും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. ഈ ബ്രേസ്ലെറ്റ്, ബ്ലേഡിന്റെ ബ്രേസ്ലെറ്റ്. ഞാൻ കത്തിയല്ലല്ലോ, അത് വേണ്ട. കുറെ അടിപൊളി സംഭവങ്ങളുണ്ട്, ഡിസൈനർ സംഭവങ്ങള് അല്ലേ. പക്ഷെ ഇനി എന്റെ കയ്യിൽ ഇടാൻ സ്ഥലമില്ല. അത് ഫുള്ളായിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫേവറേറ്റ് ബ്രേസ്ലെറ്റ് ബ്ലാക്കാ. എന്താ പ്രിയ കാണിച്ചു കൂട്ടുന്നത്? ഈയടാ അതിന് പറ്റിയ ആള്. വന്നേ പോക്രിപ്സും ചെമ്മീനും കഴിക്കാം. അതാ നമുക്ക് പറ്റിയ പണി. സൂപ്പറാ. ഡോണ്ട് ടെൽ മീ യു ബോട്ട് ഇറ്റ്. വാങ്ങിയോ? ഫ്രണ്ട്സിനെ കണ്ടോണ്ടിരുന്നാണോ ചേച്ചി? അത് ഇട്ടോണ്ട് ഷോപ്പിൽ വരുമ്പോ കേട്ടല്ലോ. അയോണിക്ക് വന്ന് ഇറങ്ങണ്ട അതില്. അയോണിക്കിൽ അത് വന്ന് ഇറങ്ങും. നോക്കോ, കാഴ്ച കാണിച്ചു തരാം. എന്തെങ്കിലും വലുതായിട്ട് ഉണ്ടായിക്കോല്ല, ചെറിയ സംഭവം. എല്ലാരും ആ പെണ്ണിന്റെ വീഡിയോ എടുക്കുന്നുണ്ട് പ്രിയ. ആ പെണ്ണ് ഇൻസ്റ്റാഗ്രാം സെൻസേഷനാണ്. ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന പെണ്ണ്. അതിന് വേറെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡും ഉണ്ട് ഈ ഷോപ്പിന് മാത്രം. ഫാൻസിന്റെ ശല്യം കൂടാതിരിക്കുക. സത്യം, ആ പെൺകുട്ടി ഭയങ്കര സെൻസേഷൻ. അത് സെലിബ്രിറ്റിയാ. ജ്യൂസ് അടിച്ച് സെലിബ്രിറ്റി ആയതാ. അടുത്തേക്ക് പോയാൽ അടി കിട്ടും കേട്ടോ സെക്യൂരിറ്റി ആയിന്ന്. ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില്. അതിന്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി മാത്രമാണ് ഈ സെക്യൂരിറ്റി ഗാർഡ്. ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്കിലേക്ക് ബാങ്കോക്ക് അല്ലേ? എല്ലാം നമുക്ക് റെഡിയാക്കാം. വീഡിയോ ഒക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന്. അല്ലേ പണ്ടത്തെ വല്ല, ഐ മീൻ പണ്ടത്തെ അല്ല, വല്ല മിസ് ബാങ്കോക്ക് പോലെ അടിച്ചു കുട്ടിയാണോന്ന് അറിയില്ല. വൈബ് കണ്ടാ? പ്രിയക്ക് അപ്പൊ ഫോൺ തുറക്കണം, അപ്പോഴേക്കും കഴിയും കേട്ടോ ആളുടെ. ഭയങ്കര ലൈവ് സ്ഥലം കേട്ടാ. മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ജോർജ് ഫേസ് മാർക്കറ്റ് ബാങ്കോക്കില്. ഒരാള് സ്ലീവൊക്കെ മടക്കി കയറ്റി വെക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങാൻ പോവാ. അതെ, ഒരു കാര്യം പറയാം. ആദ്യം സ്പീഡിൽ കഴിക്കുന്നവർക്ക് സാധനം കിട്ടും, അങ്ങനെ ഉള്ളു ഇവിടെ. അല്ലാതെ ഒരു പോർഷനോ ഓരോ പ്ലേറ്റ് ഒന്നും ഇല്ല. എല്ലാം കൂടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വളമ്പും. സ്പീഡിൽ കഴിക്കുന്നവർക്ക് എല്ലാം കഴിക്കാം. ഓക്കെ, മത്സരമായിരിക്കും. പണി എന്താണെന്നറിയോ? നമ്മളതിനെ പൊളിക്കണം ഷ്രിമ്പ്. ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്, വേഗം സ്പീഡ് പൊളിക്കാനായിട്ട്. മലത്തി അങ്ങോട്ട് അടിക്കുവാണ് കേട്ടോ. റെഡിയാണ്. ഇതെന്തൊരു വലിയ ചെമ്മീനാ. ആദ്യമായിട്ട് നമുക്ക് എത്രയും വലുത് കിട്ടുന്നല്ലേ. ഓ, അപ്പൊ ഗ്ലൗസ് ഇല്ലേ? കൊണ്ടുവരും, വേഗം കൊണ്ടുവരട്ടെ.
അതിലൂടെ സ്പെഗറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്പെഗറ്റി നമുക്ക് അതിലോട്ട് മിക്സ് ചെയ്യാം. അത് നല്ല ഐഡിയ ആയിരിക്കും. അതുകൊണ്ടോ? അത് ആരും നോക്കുന്നു കൂടി ഇല്ല. ഞാൻ നോക്കി. ഇത് ഒരു മുട്ടൻ ചെമ്മീൻ. ഈ ഒരു ചെമ്മീൻ എടുക്കുന്നത് പ്രിൻസിനെ തേടി വന്നിരിക്കുന്ന ചെമ്മീൻ ഇങ്ങോട്ട് പൊളിക്കുക. ചൂടൊക്കെ വരണം, കൈയൊക്കെ പൊള്ളണം. പ്രോൺസിന്റെ വൈറ്റ് മീറ്റ് നോക്കിക്കേ. എന്റെ അമ്മ, സോ മച്ച് ഓഫ് മീറ്റ് ഇൻ ദിസ്. ഇത്രയും വലിയ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഇവിടെ. നമ്മൾ സാധാരണ ചെറിയ ചെമ്മീൻ, ചെറുതല്ല നോർമൽ സൈസാണ് കിട്ടുന്നത്. ഇത് ഫുൾ ഓഫ് മീറ്റ്. ആൻഡ് ഞങ്ങൾ സ്പെഗറ്റി ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ് കാണുന്നവരുടെ വായിന്ന് കൊതി വരും, ഉറപ്പാണ്. ഇത് കഴിഞ്ഞ് പോക്രിപ്സും കൂടെ വരാറുണ്ട്. ചെറിയ പോക്രിപ്സും കൂടെ വന്നു. ഓ, ഇത് പൊളിക്ക്. അവര് മീഡിയം മതി എന്ന് പറഞ്ഞു. എന്റെ ആക്രാന്തം കൊണ്ട് ഞാൻ ലാർജും പറഞ്ഞു പോയി. തീർക്കാം. ഓ, പ്രിൻസല്ലേ ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല, അതാണ് ഒരു ആശ്വാസം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതാണ് വേണ്ടത്. പ്രിയ ഭാഗ്യം ഉടനെ കഴിക്കുള്ളൂ. ആ ടൈമിലേക്ക് നമ്മളെ തീരും. തീർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് ഒരു യുദ്ധം, ലിറ്ററലി ഒരു ബാറ്റിൽ ഫീൽഡ് ആക്കി ഇവിടെ വിട്ടിട്ടുണ്ട്. കുറെ ഡെഡ് ബോഡീസും എല്ലും മാത്രം. ബാഹുബലിയോ? അപ്പൊ ഇത് വെള്ളം കുടിക്കോ കഴിച്ചതിന്റെ ക്ഷീണത്തിന്? അടിപൊളിയാണോ ബാങ്കോക്ക്? അത് കേട്ടാ മതി. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് വേറൊരു അടിപൊളി സ്ഥലവും അടിപൊളി വ്ളോഗുമായിട്ട് വരണം. ഓക്കെ, അതുവരെ സ്റ്റേ ഹെൽത്തി. ഇറങ്ങട്ടെ. ഓക്കെ, ബൈ. മാംഗോ സ്റ്റിക്കർ റൈസ് വേണോ?